CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണം നടന്നതോടുകൂടി ഒരു പുതിയ ചർച്ച ഉയർന്നിരിക്കുകയാണ്. ആരായിരിക്കും അടുത്ത പാർട്ടി ജനറൽ സെക്രട്ടറി? കേരളത്തിൽ നിന്നുള്ള MA ബേബിക്ക് സാധ്യതയുണ്ടോ? MA ബേബിയെ കേരളത്തിൽ നിന്നും ആരെല്ലാം പിന്തുണയ്ക്കും? മുഖ്യമന്ത്രിയുടെ മനസ്സെന്തായിരിക്കും? പിണറായി വിജയൻ സീനിയർ നേതാവാണ്, കേരളത്തിൻ്റെ ഭരണം നടത്തുന്ന ആളാണ്, ഇന്ത്യയിൽ ആകപ്പാടെ ഒരു ഭരണം ഉള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ തലവനാണ്, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും തലവനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സെന്തായിരിക്കും? ആരോടൊപ്പമായിരിക്കും? ഈ MA ബേബിയോടൊപ്പം ആയിരിക്കുമോ? MA ബേബിയെ മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വിജയരാഘവൻ PB അംഗമായി വിജയരാഘവന് സാധ്യത ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും വളരെ താമസിയാതെ ഒരു താൽക്കാലിക ചുമതല ഏൽപ്പിക്കാനുള്ള ശ്രമമുണ്ട്. താൽക്കാലിക ചുമതല ആർക്കൊക്കെ ആയിരിക്കും എന്നുള്ളത് ചിലപ്പോൾ ബേബിക്കായിരിക്കാം, അതല്ലെങ്കിൽ രാഘവലു എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സീനിയറായ PB അംഗമുണ്ട്. പിന്നെ വൃന്ദ കാരാട്ടിനും വന്നുകൂടായികയില്ല. കാരാട്ടിനും, അതായത് പ്രകാശ് കാരാട്ടിന് ഒരു ചുമതല കൊടുത്തുകൂടായികയില്ല. ഇങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്തും അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പാർട്ടി കോൺഗ്രസ്, CPMൻ്റെ പാർട്ടി കോൺഗ്രസ് അടുത്ത ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസം നടക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുതിയ പാർട്ടി സെക്രട്ടറി ഉണ്ടാകും. അത് സമ്മേളനം ആ ഒരു പുതിയ പാർട്ടി സെക്രട്ടറിയെ കണ്ടെത്തും. പക്ഷേ അതുവരെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊരു താൽക്കാലിക സെക്രട്ടറി മതിയോ അതോ ഒരു സ്ഥിരം സെക്രട്ടറിയെ തന്നെ ഇപ്പോൾ എടുക്കണമോ എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും 9-ാം തീയതിയോ മറ്റോ, 9-ാം തീയതി ആണെന്നാണ് തോന്നുന്നു, 9-ാം തീയതി കേന്ദ്ര കമ്മിറ്റി കൂടുന്നുണ്ട്. ഇപ്പോൾ PB അംഗങ്ങൾ എല്ലാവരും തന്നെ ഡൽഹിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടിയിട്ട് പിന്നെ താൽക്കാലികമായിട്ട് ആർക്കെങ്കിലും ചാർജ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി കൂടുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പാർട്ടി സെക്രട്ടറിയെ എടുക്കാനുള്ള ആരെയാണ് സ്ഥിരം സെക്രട്ടറി എടുക്കണമോ അല്ലെങ്കിൽ തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൃന്ദ കാരാട്ടിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം, CPM ഇപ്പോൾ 75 വയസ്സ് ഒരു കട്ട് ഓഫ് ഇയറായിട്ട് അല്ലെങ്കിൽ ഡേറ്റ് ആയിട്ട് അവർ വച്ചിരിക്കുകയാണ്. 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഉയർന്ന സ്ഥാനങ്ങളും ഒന്നും കൊടുക്കണ്ട എന്നതാണ്. അത് MLA സ്ഥാനമായിരുന്നാലും ഇപ്പോൾ പിണറായി വിജയന് മാത്രമാണ് ഒരു എക്സംഷൻ കൊടുത്തത് ആ ഒരു നിയമത്തിൽ നിന്നും. കാരണം ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, 75 വയസ്സ് കഴിഞ്ഞ ആളാണ്. ബാക്കി ആർക്കും അങ്ങനെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കണ്ട. അവരെ പാർട്ടിക്ക് എപ്പോഴും മുതൽക്കൂട്ടായിട്ട് അവരുടെ ഉപദേശങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും നിലനിർത്താം. പക്ഷേ സ്ഥാനങ്ങൾ 75 വയസ്സിന് താഴെയുള്ളവർ മതി എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച അങ്ങനെയാണ്. അപ്പോൾ ആ നിയമം നിലനിൽക്കുമെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ വൃന്ദ കാരാട്ടും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും പിന്നെ മണിക് സർക്കാർ, സൂര്യകാന്ത മിശ്ര, സുഭാഷിണി അലി തുടങ്ങിയവരെല്ലാം ഈ PB കമ്മിറ്റിയിൽ നിന്നും മാറേണ്ടി വരും. കാരണം അവർക്കെല്ലാം 75 വയസ്സ് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട CPMൻ്റെ നേതാക്കളാണ്. അതായത് പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സൂര്യകാന്ത മിശ്ര, സുഭാഷിണി അലി, ഇവരെല്ലാം കുറേ കാലമായിട്ട് PBയിൽ ഇരിക്കുന്നവരാണ്. അവർക്കെല്ലാം 75 വയസ്സ് കഴിഞ്ഞുകൊണ്ട് PBയിൽ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും MA ബേബിക്കും അതുപോലെ രാഘവലുവിനും ഒക്കെ ആയിരിക്കും ചാൻസ് എന്ന് പറയുന്നുണ്ട്. നീലോൽപൽ ബസു എന്ന് പറയുന്ന ബംഗാളിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. നീലോൽപൽ ബസു, അദ്ദേഹവും ചിലപ്പം ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്തായാലും MA ബേബിക്ക് പിന്നിൽ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ MA ബേബി തന്നെ ഇവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരും. കാരണം പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ PBയിൽ ഒരു സ്ഥാനമുണ്ടാകും. കാരണം കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ MA ബേബി ജനറൽ സെക്രട്ടറിയായി വരികയാണെങ്കിൽ കൃത്യമായിട്ടും പാർട്ടി ഒരു കേരള പാർട്ടിയായിട്ട് മാറി എന്ന് പറയാം. മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നുള്ളവൻ, പാർട്ടി ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ അതൊരു കേരള പാർട്ടിയായിട്ട് മാറി. കുറേ കാലം കൊണ്ട് CPMൽ അവരുടെ നയരൂപീകരണവും അവരുടെ തീരുമാനങ്ങളെല്ലാം കേരളത്തിന് എന്ത് സംഭവിക്കും, കേരള പാർട്ടിക്ക് എന്ത് ഗുണമുണ്ടാകും എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അല്പം വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം സോണിയാഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും ഒക്കെ നല്ല അടുപ്പം ഉണ്ടാക്കുകയും ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം കൊടുക്കുകയും അങ്ങനെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ കോൺഗ്രസിനെയും കൂടെ ചേർത്ത് ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ഒരുപക്ഷെ കേരള ഘടകത്തിന് അന്ന് തൊട്ടേ എതിർപ്പാണ്, അതുകൊണ്ട് ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ ഇനി പാർട്ടിയും ഭരണവും എല്ലാം പിണറായി വിജയൻ്റെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ കൃത്യമായിട്ടും
MA ബേബി, കേരളത്തിൽ നിന്നുള്ള MA ബേബി പിണറായി വിജയന്റെ പിന്തുണയോടുകൂടി ജനറൽ സെക്രട്ടറി ആകണം. അങ്ങനെയാണെങ്കിൽ മൊത്തം കേരളത്തിന്റെ പാർട്ടിയായിട്ട് അതങ്ങ് മാറും. സാധ്യത അങ്ങോട്ടേക്കാണ് തെളിയുന്നത്.